നമസ്കാരം. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത IPSനെതിരെ ചീഫ് സെക്രട്ടറി തല അന്വേഷണം വരും. സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കെതിരെ യോഗേഷ് ഗുപ്ത രംഗത്ത് വന്നത് സർക്കാരും ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താഴോട്ട് പോകുന്നുവെന്ന യോഗേഷ് ഗുപ്തയുടെ രൂക്ഷ വിമർശനം അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നത്. കത്ത് പുറത്തു വന്നതും എഴുതിയതുമെല്ലാം സർക്കാരിനെതിരായ ഗൂഢാലോചനയെന്നാണ് സർക്കാർ വിലയിരുത്തൽ. IPS അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്തയ്ക്കെതിരായ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് തടയിടാനാണ് സർക്കാർ നീക്കം. സർക്കാർ അനുവാദമില്ലാതെ സ്വന്തം താൽപര്യപ്രകാരം അന്വേഷണങ്ങൾ നടത്തി. DGP റവാഡയ്ക്ക് കത്തയച്ചത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര സർവീസിൽ നിയമനം ലഭിക്കുന്നതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ DGP യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്തയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് നൽകുന്നത്. വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് യോഗേഷ് ഗുപ്ത വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. രഹസ്യ സ്വഭാവമുള്ള കാര്യമായതിനാൽ മറുപടി പോലീസ് ആസ്ഥാനം നൽകിയില്ല. ഇതേ തുടർന്നാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് യോഗേഷ് ഗുപ്ത റവാഡ ചന്ദ്രശേഖറിന് കത്ത് നൽകിയത്. ഈ കത്ത് ചോർന്നത് എങ്ങനെയെന്നതാകും സർക്കാർ പരിശോധിക്കുക. IPSകാരിൽ യോഗേഷിനേക്കാൾ സീനിയറാണ് റവാഡ. ആ സാഹചര്യത്തിൽ ഔദ്യോഗിക സ്വഭാവമുള്ള കത്ത് ചോർന്നത് ഗൗരവത്തോടെ സർക്കാർ എടുക്കുന്നു. യോഗേഷ് ഗുപ്തയ്ക്കെതിരായ സർക്കാരിന്റെ പ്രതികാര നടപടികൾക്ക് ഇത് പുതുമാനം നൽകും. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനുള്ള വിജിലൻസിന്റെ സ്ഥിതിവിവര റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാത്തതിനെതിരെ യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരിനെതിരെ നിയമപോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് സർക്കാരിന്റെ മറുനീക്കം. ഇത്തരത്തിൽ നടപടി വന്നാൽ അതും യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യും. കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചതെന്ന് കാട്ടിയാണ് നിലവിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ യോഗേഷ് സമീപിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കത്ത് ചോർച്ച സർക്കാർ ഗൗരവത്തിലെടുക്കുന്നത്. കുറച്ചു നാളുകളായി യോഗേഷ് ഗുപ്ത സർക്കാരിന്റെ അപ്രീതിക്ക് പാത്രമാണ്. സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചെങ്കിലും വിജിലൻസ് ക്ലിയറൻസ് നൽകിയിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും അപേക്ഷ നൽകിയിരുന്നു. ഇതുകൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ലഭിച്ചു. വിജിലൻസ് ക്ലിയറൻസ് പോലീസ് മേധാവി നൽകണമെന്നുള്ളതായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് തീരുമാനമെടുത്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പോലീസ് മേധാവിയുടെ വിവരാവകാശ പ്രകാരം യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇത് രഹസ്യ ബ്രാഞ്ചിൽ ഉൾപ്പെടുന്ന കാര്യമായതിനാൽ തനിക്ക് തരാൻ കഴിയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി വിവരാവകാശ ഓഫീസർ മറുപടി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താറുമാറാകുകയാണെന്ന് യോഗേഷ് ഗുപ്ത രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഈ കത്തിലെ വിവരമാണ് പുറത്തു വന്നത്. റിപ്പോർട്ട് കൈമാറില്ലെന്ന കടുംപിടുത്തം സർക്കാർ തുടരുന്ന സാഹചര്യത്തിലാണ് IPS അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ യോഗേഷ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹർജി നൽകിയത്. സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തത്. കേന്ദ്ര സർവീസിൽ DGPയായി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തും ഇമെയിലും വഴി 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ലെന്നും ഉദ്യോഗസ്ഥനെന്ന നിലയിലുള്ള വളർച്ച തടയാൻ ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാർ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും യോഗേഷ് ഗുപ്ത ആരോപിക്കുന്നു.